എന്താണ് ഗുജറാത്തിൽ നടപ്പിലാക്കിയത്? അത് പറയുമ്പോഴാണ് മറ്റൊരു വിഷയം കടന്നു വന്നത്. അതിൽ ഓരോ കഥകളും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ, സഖാവ് പറഞ്ഞല്ലോ, ഓരോ കൊലപാതകങ്ങളും RSSന്റെ മൃഗീയമായ കൊലപാതകങ്ങളാണ്. 7ഓളം ഗണ എന്നാ പറയാ, 7 സ്വയം സേവകന്മാർ ഒരു ഗണയിലുണ്ടാവും. ആ ഗണ തിരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ പ്രദേശത്തെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് ഈ ഗുജറാത്തിൽ. അതിലൊരു വീട്ടില് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ, പോർബന്ദറിന് അടുത്തൊരു വീട്ടിൽ. ദൈവത്തിന്റെ ഫോട്ടോ കണ്ട് കയറിയതാ. നോക്കുമ്പോ അവിടെ വാതിൽ മുട്ടിയിട്ട് നോക്കുമ്പോ തുറന്നു വന്നത് പൂർണ്ണ ഗർഭിണിയായ ഉമ്മയാണ്. കൊല്ലാൻ നിശ്ചയമില്ല, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഉമ്മക്ക് നടക്കാനൊന്നും വന്നില്ല. പതുക്കെ കാലുകളൊക്കെ എടുത്തു വെച്ച് അടുക്കളയിൽ പോയി വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോ ഇവർക്കൊരു ഫോൺ കോൾ. എന്താ ഫോൺ കോള്? നാഗപൂരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ആ വെള്ളം വാങ്ങി കുടിച്ച ശേഷം ആ പൂർണ്ണ ഗർഭിണിയായ ഉമ്മയെ കൈയും കാലും കസേരയിൽ കെട്ടിയിട്ട് കൊണ്ടുവന്ന ത്രിശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിച്ച് പുറത്തേക്കെടുത്തു. രക്തം പൊട്ടിയൊലിച്ച് ആ ഉമ്മ തൽക്ഷണം അവിടെ മരിച്ചു വീണു. ആ ത്രിശൂലത്തിന് മുൻപിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണം ഉണ്ടായിരുന്നു. അതാണ് RSS ഗുജറാത്തിൽ നടപ്പിലാക്കിയ സാംസ്കാരിക പ്രവർത്തനം. മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു, 4 കുട്ടികളും ചുറ്റും കളിക്കുന്നു. ഓംകാളിയും രാമമന്ത്രവും വിളിച്ചു വരുന്ന ആ കലാപകാരികളെ കണ്ട് ആ കുട്ടികൾ അകത്ത് കട്ടിലടിയിൽ പോയി ഒളിച്ചു. ഉമ്മയുടെ തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചഴച്ച് അകത്ത് കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടിയിട്ടു. ആ 4 കുട്ടികളെയും, കട്ടിലടിയിൽ കിടക്കുന്ന 4 കുട്ടികളെയും കഴുത്തിന് പിടിച്ച് പുറത്തേക്കെടുത്തു. അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. എന്താ കാരണം? ആ കുട്ടിക്ക് ജന്മനാ സംസാരിക്കാൻ കഴിയില്ല. അത് കുട്ടിയെ ആ 4 കുട്ടികളെയും ആ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ ടാങ്കിലിട്ട് മൂടി. ഈ ഉമ്മയെ 7 പേരും മാറി മാറി ബലാത്സംഗം ചെയ്ത ശേഷം കൊണ്ടുവന്ന പെട്രോൾ തലയിലൂടെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് സാധിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞ് പച്ചക്ക് കത്തിക്കുക ചെയ്ത്. ഇതാണ് RSS ഗുജറാത്തിൽ നടപ്പിലാക്കിയ സാംസ്കാരിക പ്രവർത്തനം. മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു ഉമ്മ ഒരു കുട്ടീനെ ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുന്നു. ആ കുട്ടീനെ കഴുത്ത് പിടിച്ച് ആകാശത്തേക്ക് എറിയാൻ വേണ്ടി നോക്കിയപ്പോ ഉമ്മ പറഞ്ഞു, 5 കൊല്ലക്കാലം നബി പ്രാർത്ഥിച്ച് നബി നൽകിയ നീതിയാണ് ഈ കുട്ടി, എന്നെ കൊന്നോളൂ, ഈ കുട്ടിയെ വെറുതെ കൊന്നു. കേട്ടില്ല? ആ കുട്ടിയെ ആകാശത്തേക്ക് വലിച്ചെറിയാൻ വേണ്ടി നോക്കുമ്പോ ആ കുട്ടിയുടെ കയ്യിലും കഴുത്തിലും കാതിലും തന്റെ പ്രിയപ്പെട്ടവര് കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നു. കലാപത്തിന്റെ മറവിൽ എല്ലാം സമ്പാദ്യവും അടിച്ചു മാറ്റുന്ന രീതിയാണ് RSSന്റേത്. അതാണ് അശ്വിനിയെ കൊന്നത് മുതൽ ഇങ്ങോട്ട് കാണാൻ കഴിഞ്ഞത്. എല്ലാ കലാപങ്ങളിലും വീട്ടിന്റെ ഉള്ളിൽ പോയി അത് സമ്പാദ്യം മുഴുവനും അടിച്ചു മാറ്റുന്നവരാ സ്വയം സേവകർ. ആ കുട്ടിയുടെ കാതിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ചുരിക കൊണ്ട് അറുത്തുമാറ്റി. രക്തം പൊടിഞ്ഞു വീഴുമ്പോ ആ കുട്ടിയുടെ നിലവിളി കേൾക്കാമായിരുന്നു. ആ ഉമ്മ പറഞ്ഞു, ഈ കുട്ടിയെ വെറുതെ വിടൂ, എന്നെ നിങ്ങൾ കൊന്നോളൂ. അവസാനത്തെ സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തിയ ശേഷം ആ കുട്ടിയെ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു ഇവര്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ഗുജറാത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങ് ഒറീസയിൽ ഇവിടെ കുമ്മനം ബിഷപ്പിന്റെ കാൽ തൊട്ട് വന്ദിച്ചപ്പോ പറഞ്ഞല്ലോ, ഇങ്ങനെയൊരു കുഞ്ഞാടിനെ കണ്ടിട്ടില്ലെന്ന്. സഖാവ് കോടിയേരിയാണ് ബിഷപ്പിനെ ഓർമ്മിപ്പിച്ചത്. ഇതേപോലെ തന്നെയാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയെയും നാത്തുറാം വിനായക് ഗോഡ്സെ കൊന്നത്. വണങ്ങിയിട്ടാ വെടിവെച്ച് കൊന്നത്. അപ്പ ബിഷപ്പിന് മനസ്സിലായി ഈ വീടിൽ ആ വീടിലാണ്. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ഒറീസയിലും ആസാമിലും അരങ്ങേറിയത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ്.